ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവവചനം തകർന്നവർക്ക് സദ്വാർത്ത. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യവുമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതൽ, ദൈവവചനം അന്ധർക്ക് കാഴ്ച, ദൈവവചനം ബന്ധിതർക്ക് മോചനമായി രൂപാന്തരപ്പെടുന്നു. ഒന്നുറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആശ. ഞാൻ ആലപ്പുഴയിലെ പുറക്കാട് ഇടവകയിൽ നിന്ന് വരികയാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അലർജി രോഗമായിരുന്നു. തുമ്മലും ജലദോഷവും എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ മണമോ രുചിയോ ഒന്നും അറിയത്തില്ല. ഞാൻ ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് പലപ്പോഴും കരയുമായിരുന്നു. ഈശോയെ, എനിക്ക് ഈ ഭക്ഷണത്തിൻ്റെ രുചി അറിയാനോ ഇല്ല എൻ്റെ കുഞ്ഞിന് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അവളുടെ മണം അറിയാനോ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു. 2015 ഏപ്രിൽ മാസം പച്ചച്ചക്കിടിക്കാട് പള്ളിയിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുകയും ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും തൽഫലമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എഴുതിയിടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈശോ എനിക്ക് വളരെ വളരെ അനുഗ്രഹം തന്നിരിക്കുകയാണ്. ഞാൻ ഈ ജൂൺ മാസം മുതൽ എനിക്കിപ്പം തുമ്മലുമില്ല, ഒരു ഇതുമില്ല. എനിക്കെല്ലാം മണമറിയുകയും ഭക്ഷണങ്ങൾ രുചിയോടെ കഴിക്കാനും എല്ലാം പറ്റുന്നുണ്ട്. ഞാനപ്പം മനസ്സിൽ സുഖപ്പെടുത്തിയില്ലേ? അത്ഭുതമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുന്ന സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം സമൃദ്ധമായി നിറയും. ദൈവത്തിൻ്റെ വചനം മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നത് പോലെ. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം അതിൽ 10-ാമത്തെ തിരുലിഖിതം. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. ദൈവവചനം ധ്യാനിച്ച് ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ ധനവാനെ പോൽ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ ധനവാനെ പോൽ തുള്ളിച്ചാടുന്നു. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. അസ്ഥിക്കുള്ളിലേക്ക് വചനം വന്ന് വരണ്ടുണങ്ങിയ അസ്ഥികൾ എഴുന്നേറ്റ് ഒരു മഹാസൈന്യമായി രൂപാന്തരപ്പെട്ടതുപോലെ ഇന്ന് രാത്രി വചനത്തെ അയക്കണമേ. ഈ നിമിഷങ്ങളിൽ വചനത്തെ അയക്കണമേ. വരണ്ടുണങ്ങിയ അസ്ഥികൾ ഒരു മഹാസൈന്യം പോലെ ശക്തി പ്രാപിക്കട്ടെ. അത്ഭുത വചനം, നിറയും വചനം, ജീവൻ നൽകുന്ന വചനം. അസ്ഥിക്കുള്ളിൽ നിറയും വചനം, സൗഖ്യദായക വചനം. ചിന്തയ്ക്കുള്ളിൽ നിറയും വചനം, രൂപാന്തരമേകും. പാപങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. പാപങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു.
കെട്ടുകളെല്ലാം പൊട്ടുന്നു, കൈകൊട്ടി പാടുന്നു. കെട്ടുകളെല്ലാം പൊട്ടുന്നു, കൈകൊട്ടി പാടുന്നു. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം മണയും. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം മണയും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. ഫലമായി മാറിടും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അത്ഭുത ശക്തിയായ ദൈവത്തിന്റെ വചനത്തെ ആഗ്രഹിച്ച് മക്കളെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങയുടെ വചനത്തെ അയക്കണമേ, കുടുംബങ്ങളിലേക്ക് വചനം അയക്കണമേ, രോഗികളിലേക്ക് വചനം അയക്കണമേ, കടബാധിതരുടെ മക്കളിലേക്ക് വചനം അയക്കണമേ, പഠിക്കാൻ കഴിവില്ലാത്ത വിദ്യാർത്ഥിനികളിലേക്ക് വചനം അയക്കണമേ, മനസ്സിൽ പലതരത്തിൽ അന്ധകാര പീഡയുള്ള കുട്ടികളിലേക്ക് വചനം അയക്കണമേ, ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയുള്ളവരിലേക്ക് വചനം അയക്കണമേ, കഠിന മദ്യപാന പീഡയുള്ളവരിലേക്ക് വചനം അയക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പാവപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് സ്പർശിക്കണമേ. വളരെ വേദനയോടെ ഇരിക്കുന്ന, വാർദ്ധക്യ സഹജമായ ക്ഷീണമുള്ള, പ്രായമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ബാലികാബാലന്മാരെ തൊടണമേ, വിദ്യാർത്ഥിനെ അനുഗ്രഹിക്കണമേ. ഓരോ സമൂഹങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ഒരു ആശ്വാസ സ്പർശനം നൽകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ പൊതിയണമേ, വാരി പുണരണമേ, പുതിയ ഒരു കുളിർമ നൽകണമേ പരിശുദ്ധാത്മാവേ, പുതിയൊരു ജീവൻ നൽകണമേ പരിശുദ്ധാത്മാവേ, പുതിയൊരു സ്നേഹം നൽകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന യേശുവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് സന്തോഷത്തോടെ വചനം കേൾക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇതിൽ ഒരുപാട് പേര് കുട്ടികളാണ്. തീരെ ചെറിയ കൈക്കുഞ്ഞുങ്ങൾ തൊട്ട് അനേക സ്ഥലങ്ങളിലിരുന്ന് ബാലികാബാലന്മാരും വിദ്യാർത്ഥിനികളും ഈ അഭിഷേകാഗ്നിയുടെ സമയത്ത് വലിയ അത്ഭുതങ്ങളും വലിയ തരത്തിലുള്ള ജീവിത വിജയത്തിന് ആവശ്യമായ കൃപകളും പ്രാപിക്കുന്നുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും കുട്ടികളെയും അച്ഛൻ പ്രത്യേകമായി അട്ടപ്പാടിയിൽ നിന്ന് ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ വളരെ പ്രായമായ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ താമസിക്കുന്നവർ, അങ്ങനെ വീടുകളിലാണെങ്കിലും വളരെ രോഗത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, നിങ്ങളെയും അച്ഛൻ ഈ സമയം പ്രത്യേകം ഓർക്കുകയാണ്. രോഗികളായ മക്കളെ അച്ഛൻ പ്രത്യേകം ഇപ്പോൾ ഓർക്കുകയാണ്. ഇവിടെ ഒരു ടീം കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ ഈ അഭിഷേകാഗ്നി കാണുന്ന രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലെ അഭിഷേകാഗ്നി തുടങ്ങാറാവുമ്പോൾ ഫോൺ ചെയ്ത് സമീപത്ത് ഒരു 10-20 പേരെങ്കിലും അറിയിച്ച് ഒരുമിച്ച് അനേകരെ വചനം കേൾക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നിരവധി അനേകം പ്രേക്ഷിതരെ ചെയ്യുന്ന മക്കളുണ്ട്. എല്ലാ പ്രേക്ഷിതരെയും അച്ഛൻ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തകർന്നവർക്ക് സദ്വാർത്ത. ഒരു സഹോദരിയുടെ അനുഭവം നമ്മൾ കേട്ടതാ. ആ സഹോദരിക്ക് മണമോ രുചിയോ അറിയാൻ പാടില്ലാത്ത വിധം ശരീരത്തിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ട്
മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ആ സഹോദരിയുടെ ജീവിതത്തിൽ അവർ നിസ്സഹായത അനുഭവിക്കുകയാണ്. എത്ര വർഷങ്ങളായി ഒരു മണമറിഞ്ഞിട്ട്, എത്ര വർഷങ്ങളായി ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞിട്ട്, ഒന്നും വേണ്ട, സ്വന്തം കുഞ്ഞിനെ എടുത്തൊന്ന് ഉമ്മ വെക്കുമ്പോൾ വെറും മരം എടുത്ത് ഉമ്മ വെക്കുന്നത് പോലെ ഒരു അനുഭവം, ഒരു സ്പർശനം, ഒരു സുഗന്ധം ഒന്നും അനുഭവിക്കാത്തൊരു സ്ഥിതി. അങ്ങനെ വേദനിക്കുമ്പോൾ എങ്ങനെയാണ് ആ മകൾ അനുഗ്രഹം പ്രാപിച്ചത്? ദൈവവചനം കേട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപ്പോൾ ആ ജീവിതത്തിലേക്ക്, തകർന്നു കിടന്ന ആ വേദനിക്കുന്ന ജീവിതത്തിലേക്ക് രക്ഷയുടെ ഒരു സദ്വാർത്ത, രക്ഷയുടെ ഒരു അനുഭവം കർത്താവിൽ നിന്ന് ഒഴുകി വന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തന്നെയല്ലേ നമ്മുടെ കർത്താവിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ ആരംഭത്തിൽ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാനായി ഗ്രന്ഥമെടുത്തപ്പോൾ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന് ലഭിച്ചത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അന്തർക്ക് കാഴ്ചയും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധി സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ കുട്ടികൾ എന്നോട് പ്രത്യേകം പറയുകയുണ്ടായി, അച്ഛൻ വചനം പറയുമ്പോൾ ഇംഗ്ലീഷിലും കൂടെ പറയുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു സഹായമായിരുന്നു എന്ന്. അതുകൊണ്ട് ചില സമയത്ത് അച്ഛൻ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ഉദ്യമിക്കും. കുറച്ച് വീഴ്ചയൊക്കെ വന്നാലും മക്കളെ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. St. Luke chapter 4 verses 18 and 19. The Spirit of the Lord is upon me. He has anointed me to preach good news to the poor. He has sent me to proclaim release to the captives and recovering of sight to the blind, to set at liberty those who are oppressed, to proclaim the acceptable year of the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Spirit of the Lord is upon me. കർത്താവിൻ്റെ ആത്മാവ്, ദൈവവചനമായി നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വചന ശുശ്രൂഷയുടെ സമയത്ത് ഇതാ കേൾവിക്കാരിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കുകയാണ്, വ്യാപരിക്കുകയാണ്. 147-ാം സങ്കീർത്തനത്തിലെ 15-ാം തിരുലിഖിതം. അവിടുന്ന് ഉന്നതങ്ങളിൽ നിന്ന് തൻ്റെ കൽപ്പന അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരിക്കും അങ്ങോട്ട് നിറയുകയാണ്. അങ്ങോട്ട് നിറയുന്ന സമയത്ത് സംഭവിക്കണം എന്താ? നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവൻ ആവശ്യമായ നിത്യരക്ഷയുടെ ദൂതായി അത് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തകർച്ചയുള്ള ഓരോ രോഗാവസ്ഥകളിലേക്ക് അതൊരു ഔഷധമായി വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. തകർന്ന കുടുംബങ്ങളിലേക്ക് അത് വിടുവിക്കുന്നൊരു ശക്തിയായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. പിശാച് ബാധയുള്ളവരിലേക്ക് ഡെലിവറൻസ് പവറായി അത് വ്യാപരിക്കുകയാണ്. കടബാധ്യതയുള്ള കുടുംബങ്ങളിൽ കടബാധ്യത കെട്ടുകളഴിക്കുന്ന, കടബാധ്യത ആധിപത്യങ്ങളെ തകർക്കുന്ന വിടുതലിൻ്റെ ശക്തിയായി അതങ്ങോട്ട് വ്യാപരിക്കുകയാണ്. ഇനി ഒരിക്കലും സുഖം പ്രാപിക്കില്ല, ഈ രോഗത്തിന് ലോകത്തിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്ന വിധമുള്ള തകർന്ന അവസ്ഥകളിലേക്ക് ഈ ഒരു വചനം കർത്താവ് അയക്കുമ്പോൾ അത് കർത്താവിൻ്റെ ഹീലിംഗായി മെഡിസിനായി സൗഖ്യമായി വിടുതലായി രൂപാന്തരപ്പെടുകയാണ്. എന്നുറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായത്തിലെ 10-11 തിരുലിഖിതങ്ങൾ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ, അവ ഫലരഹിതമായി തിരിച്ചു വരികയില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയകരമായി പൂർത്തിയാക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇംഗ്ലീഷ് ബൈബിളിൽ അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. ബുക്ക് ഓഫ് ഐസയ chapter 55 verses 10 and 11. For as the rain and the snow comes down from heaven and return not thither but water the earth, making it bring forth and sprout, giving seed to the sower and bread to the eater, so shall my word
be that goes forth from my mouth. It shall not return to me empty, but it shall accomplish that which I purpose, and prosper in the thing for which I send it. It will prosper in the thing for which I send it. ദൈവം ഓരോ വചനം അയക്കുമ്പോഴും ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് കർത്താവ് തൻ്റെ വചനത്തെ അയക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ ഒരു രോഗം വന്നപ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒരു കടബാധ്യത ഉണ്ടായപ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ശത്രുക്കൾ നമ്മളെ ഇടം വലം വിടാതെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേദന, നെടുവീർപ്പ്, കണ്ണുനീര്, സങ്കടം ഇതെല്ലാം അങ്ങോട്ട് ഉയർന്നു. ഈ നെടുവീർപ്പുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉയർന്നപ്പോൾ അത് കാണുന്ന ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ജീവിക്കുന്നവനായ കർത്താവ് ആ കെട്ടുകളിൽ നമ്മളെ വിടുവിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അപ്പോൾ തന്നെ രക്ഷയുടെ വചനത്തെ നമുക്കായി അയക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 23-ാം തിരുലിഖിതം. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനം സ്വർഗത്തിൽ നിന്നുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് ദാനിയേലിൻ്റെ അടുത്ത് സ്വർഗീയ ദൂതൻ വന്ന് ദർശനമരുളി വചനം വെളിപ്പെടുത്തുകയാണ്. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദാനിയേൽ ചാപ്റ്റർ 9 വേഴ്സ് 23. At the beginning of your supplications a word went forth, and I have come to tell it to you, for you are greatly beloved. Therefore consider the word and understand the vision. പ്രിയപ്പെട്ട ദൈവമക്കളെ, യാചനകളുടെ ആരംഭം നമ്മുടെ ഹൃദയത്തിൽ നെടുവീർപ്പുണ്ടാകുമ്പോൾ തന്നെ അതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു വചനത്തെ കർത്താവ് അയക്കുകയാണ്. ആ വചനം കേൾക്കാൻ ഞാനും നിങ്ങളും അവിടെ ഉണ്ടോ? നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും. ഇതാ ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ സൗമ്യ, തോട്ടക്കാട്ട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ മകൾക്ക് ഓട്ടോ ഇമ്മ്യൂണി എൻസിഫ്ലൈറ്റിസ് എന്ന അസുഖമായിരുന്നു. എന്താ അത്? ഓട്ടോ ഇമ്മ്യൂണി എൻസിഫ്ലൈറ്റിസ്. ആൻറ്റിബോഡീസിൽ ഒരു വൈറസ് ഉണ്ടായി. അത് ബ്ലഡിലൂടെ തലച്ചോറിലേക്ക് കയറി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ വൈറസ് നിയന്ത്രിക്കുന്നു. വൈറസിൻ്റെ കൺട്രോളിലായി. ആ വളരെ ഭ്രാന്തമായ ഒരവസ്ഥയിലായിരുന്നു എൻ്റെ മകള്. 24 മണിക്കൂർ സമയം ഒരു ദിവസം ഉണ്ടെങ്കിൽ വെറും 3 മണിക്കൂർ മാത്രം അവൾക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്ത് ഉറക്കിക്കൊണ്ടിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അവൾ വളരെ ഭ്രാന്തമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ഭ്രാന്തമായി കാരണം തലച്ചോറിൻ്റെ കൺട്രോൾ പോയി, തലച്ചോറിൽ വൈറസ് കയറി കൺട്രോൾ ചെയ്യാം. അവളുടെ അങ്ങനെ സകല മരുന്നുകൾ കൊടുത്തിട്ടും വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. അവളുടെ എല്ലാ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു. സംസാരിക്കാനുള്ള പ്രവർത്തനം, കൈയും കാലും അനക്കാതെയായി. കൊച്ചു കുട്ടികളെ പോലെ അവൾ തല ഉയർത്താൻ പോലും പറ്റാതെ കിടന്ന കിടപ്പിലായിപ്പോയി. 8 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 8 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് 8 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത്. TV-യിൽ അഭിഷേകാഗ്നി കണ്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി മകൾ മെല്ലെ മെല്ലെ കൈയും കാലും അനക്കി തുടങ്ങി. അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പച്ചേപ്പള്ളിയിൽ വെച്ച് നടന്ന ധ്യാനത്തിൽ, അച്ഛൻ്റെ അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. ചെക്കിടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നിരുന്നു. അവിടെ ഇവർ രോഗശാന്തി ശുശ്രൂഷയിൽ അച്ഛൻ എൻ്റെ മകളുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അന്ന് പറഞ്ഞു മകളെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അന്ന് അവൾ 27 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ മോള് ഇപ്പോൾ ഓടി നടക്കുന്നു, സംസാരിക്കുന്നു. ഒത്തിരി അധികം ഒരു കുഴപ്പവുമില്ല. അവളുടെ മരുന്നുകളെല്ലാം നിർത്തി അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ നിമിഷത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് ഈ ചെറിയ കുട്ടിക്ക് 27 കിലോ ആയിട്ട് എടുക്കാനും താങ്ങാനും പറ്റാതെ അങ്ങനെ പച്ച ചെകിട്ടിക്കാട് കൊടുന്ന് കിടത്തിയ കുട്ടിയാണ്.
ഇപ്പോൾ ഓടി നടക്കുന്നു, ഒരു പ്രശ്നവുമില്ല, ബുദ്ധിമുട്ടില്ല, പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പൊ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി, ആ ഭ്രാന്തമായ അവസ്ഥയൊക്കെ മാറി. കുട്ടിയെ പേര് സാന്ദ്ര. നമുക്ക് ദൈവം അത്ഭുതം ചെയ്ത കണ്ട, വേറെ ഒരു മെഡിസിൻ ഇപ്പോൾ വേണ്ട. ഇതാണ് അപ്പനമ്മമാരുടെ വിശ്വാസം. കുട്ടിയെ രക്ഷിച്ചു. നിലവിളിച്ചപ്പം ഈശോ കുട്ടിയെ കൊണ്ട് സുഖപ്പെടുത്തി. പച്ച ചെക്കടി കാർഡ് കൊടുന്നപ്പം ശരിക്കും ഇങ്ങനെ താങ്ങി കൊടുന്ന് കിടത്തുന്ന സ്ഥിതിയായിരുന്നല്ലേ, ഭയങ്കര കനം, ഭയങ്കര വെയിറ്റ് ആയി പോയി, ബലൂൺ പോലെ വീർത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. ബലൂൺ പോലെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവളെ എടുക്കുമ്പോ തന്നെ കാണുന്നവർക്ക് ഒരു വല്ലാത്ത പേടിയായിരുന്നു. യേശു അത്ഭുതമായി സുഖപ്പെടുത്തി. അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാം അധ്യായം 4 മുതൽ 8 വരെ തിരുലിഖിതങ്ങൾ. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും അനേകം മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുളവായി. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കളെ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ദേശത്ത് ഒരു ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കാനുള്ള സമയമല്ല. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കേൾക്കണമെന്ന് നിങ്ങൾക്ക് പ്രേരണ കിട്ടുന്ന ഒരു വചന ശുശ്രൂഷ ടെലിവിഷൻ ചാനലിലൂടെ നടക്കുമ്പോൾ അതിന് നിങ്ങൾ സമയമെടുത്ത് ത്യാഗം സഹിച്ച് അത് കേൾക്കണം. ഒരു പക്ഷേ നിൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം പരിഹരിക്കാനുള്ള വചനം സ്വർഗത്തിൽ നിന്ന് അയക്കുന്ന സമയമായിരിക്കാം അത്. ഇടവക ദേവാലയത്തിൽ വചന ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ തിരുസഭാ ശുശ്രൂഷകർ നിങ്ങൾ വിളിക്കുന്നു, മക്കളെ വാ വചനം കേൾക്ക്. ആ സമയത്ത് തിക്കും തിരക്കും വെച്ച് ഓടേണ്ട സമയമല്ല. വചനം കേൾക്കാൻ വേണ്ടി കണ്ണും കാതും ഹൃദയവും അർപ്പിക്കേണ്ട സമയമാണത്. ഈ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, 2 കരങ്ങൾ തുറന്ന് പിടിക്കാം. യെശയ്യാ 55-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം മണയും, മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം മണയും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ കലമാനെ പോൽ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ കലമാനെ പോൽ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ കലമാനെ പോൽ തുള്ളിച്ചാടുന്നു, തുള്ളിച്ചാടുന്നു, തുള്ളിച്ചാടുന്നു. 2 കരങ്ങൾ ഉയർത്തി, 2 കരങ്ങൾ ഉയർത്തി. മക്കളെ വചനത്തിന് വേണ്ടി ഹൃദയം തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കുടുംബത്തെ വചനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. ഹൃദയങ്ങളെ വചനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. വചനത്തിൽ മല്ലടിച്ച് നാളുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുക. സ്തുതിക്കുന്നു. വചനത്തിന് വേണ്ടി ദാഹം നൽകണമേ. മനസാന്തരത്തിന് കൃപകൾ നൽകണമേ. കഠിന മദ്യപാനികൾ വിടുതൽ പ്രാപിക്കട്ടെ. നിരീശ്വരത്തിന്റെ ആധിപത്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. വഴക്കും കലഹവും വാശിയും അഹങ്കാരവും കുടുംബങ്ങളിൽ നിന്ന് കഴുകപ്പെടട്ടെ. മാരക വ്യാധികളും മാറാവ്യാധികളും കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ.
യെശയ്യായുടെ പുസ്തകം 35 അധ്യായം 4-5 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 35 വേഴ്സസ് 4 and 5. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 16 അധ്യായം 12 തിരുലിഖിതം. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല അവരെ സുഖപ്പെടുത്തിയത്, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് മുട്ടുകുത്തി 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി വചനത്തിൻ്റെ അത്ഭുത ശക്തി ഹൃദയങ്ങളിലേക്കും ആത്മാവിലേക്കും ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും വ്യാപരിക്കാൻ ആഗ്രഹിക്കാം. എത്രമാത്രം ഹൃദയം നുറങ്ങി യേശുവിനെ വിളിക്കാമോ അത്രയും ഹൃദയം നുറങ്ങി യേശുവിനെ വിളിക്കുക. വചനത്തിൻ്റെ അത്ഭുത ശക്തിയാണ്. വചനമേ, എൻ്റെ വഴികളിൽ, എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണമേ. യേശുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ജീവിക്കുന്ന വചനമായ യേശു. കൈകൾ ഉയർത്തി യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. വഴിവിളക്കായി